ലെറ്റ്സ് ബിഗിൻ. തെരഞ്ഞെടുപ്പിൽ എന്തായാലും ജയിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പല വെല്ലുവിളികളും നടത്തിയതാ. ആകെ അബദ്ധമായി. 20-ാം തീയതി റിസൾട്ട് സംഭവിക്കുമ്പോൾ ബഹുദൂരം പിന്നിലാകും കോൺഗ്രസ്. ബഹുദൂരം പിന്നിലാകാൻ വേണ്ടി മാത്രം മത്സരിച്ചവരാണ് അവർ. നമ്മൾ ജയിക്കും, നമ്മളെ ജയിക്കും. ജയ് ഹിന്ദ്. അതെന്റെ കോൺഫിഡൻസാ. എല്ലാ എതിർ പ്രചാരണങ്ങളെയും അതിജീവിച്ച് ഇതാ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടിന്റെ ശബ്ദമായി ഇനി നിയമസഭയിലേക്ക് എത്തുകയാണ്. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. എവിടേക്ക് പോയി എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധം അപ്രത്യക്ഷമാവും. കണ്ണാടിയിലെയും മാത്തൂരിലെയും കോൺഗ്രസ് വോട്ടുകൾ അപ്രത്യക്ഷമാവുമെന്നാണ് ഞാൻ ഈ പറയുന്നത്. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. അഥവാ പരാജയപ്പെട്ടാൽ ഇഷാഫിനെ കാണോ? പിന്നെന്താ? അങ്ങനെയാണെങ്കിലും എന്താണ് ഇങ്ങനെ ഒരു ചോദ്യം? എനിക്ക് അങ്ങനത്തെ ഒരു സങ്കോചങ്ങളും ഇല്ല. പൊന്നോ, ഇതെങ്ങനെ സാധിക്കുന്നു അളിയാ? പരാജയപ്പെട്ടാലും ബഹുമാനപ്പെട്ട മുൻ MLA-യും കാണും, തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ MLA-യും കാണും. അങ്ങനെയല്ലേ പാലക്കാട് നിലയുറപ്പിക്കേണ്ടത്? പാലക്കാട് നിലയുറപ്പിച്ചു ഇവിടെ തന്നെ. വിശ്വാസം നല്ല ഇങ്ങനെ ഊമ്പിത്തിരിഞ്ഞിരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് സമാധാനിക്കാലോ. മണ്ഡല പുനർനിർണയത്തിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം. അങ്ങനെ ആ പ്രതീക്ഷയും പോയി.